കെ വി ബൈജു കൂടിയുണ്ട്. ബൈജു, ഒരുപക്ഷെ യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഇനി ശേഷിക്കുന്നത് 17 ദിവസങ്ങൾ മാത്രമാണ്. ഈ 17 ദിവസങ്ങൾക്കിടെയാണ് നാമനിർദ്ദേശ പത്രിക കൊടുക്കേണ്ടത്. പിന്നീട് സൂക്ഷ്മ പരിശോധന നടക്കുന്നു, പത്രിക പിൻവലിക്കാനുള്ള സമയം. അങ്ങനെ യു ഡി എഫിനെ സംബന്ധിച്ച് അവരുടെ പ്രകടന പത്രിക തയ്യാറാക്കേണ്ടതുണ്ട്. വളരെ കുറച്ച് സമയം മാത്രമാണുള്ളത്. അതിനിടെ ഇനി ആശങ്കപ്പെടേണ്ടത് നിലവിലെ ഈ പടലപ്പിണക്കങ്ങൾ, അസ്വാരസ്യങ്ങൾ, വെല്ലുവിളികൾ, ഇതൊക്കെ അതിജീവിക്കാൻ കൂടി പാർട്ടിക്ക് സമയമുണ്ടോ എന്നതാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് കെ സുധാകരൻ്റേത് തന്നെയാണ്. കെ സുധാകരൻ കഴിഞ്ഞ ദിവസങ്ങളിൽ വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ആഗ്രഹിച്ചിരുന്നു. കേരള രാഷ്ട്രീയത്തിലേക്ക് തിരികെ എത്തണമെന്ന് സുധാകരൻ ഏറെ ആഗ്രഹിച്ചിരുന്നു. കുറഞ്ഞ പക്ഷം സുധാകരൻ്റെ നോമിനികളെയെങ്കിലും മത്സരിപ്പിക്കണം. പക്ഷേ ഇതൊന്നും ഇപ്പോൾ ഈ സ്ഥാനാർത്ഥി പട്ടികയിൽ പ്രകടമാകുന്നില്ല. അതുകൊണ്ട് തന്നെ സുധാകരൻ ഏത് രീതിയിലായിരിക്കും ഇനി മുന്നോട്ട് പോവുക, സുധാകരനെ ഏത് രീതിയിലായിരിക്കും പാർട്ടി അനുനയിപ്പിക്കുക? അഭിലാഷെ, പാർട്ടിക്ക് വിധേയനാണ് താൻ എന്ന് പറഞ്ഞ് മുന്നോട്ട് വരുന്ന സുധാകരനാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടത്. ഇന്ന് പുലർച്ചെ മട്ടന്നൂർ വിമാനത്താവളത്തിൽ അദ്ദേഹം എത്തിയപ്പോഴും അദ്ദേഹം ക്ഷീണിതനാണ് എന്ന് പറഞ്ഞതല്ലാതെ ഏതെങ്കിലും തരത്തിലൊരു പ്രതികരണത്തിന് തയ്യാറായിട്ടില്ല. ഇപ്പോഴും അദ്ദേഹം വീട്ടിൽ തന്നെ, കണ്ണൂരിലുള്ള വീട്ടിൽ തന്നെ വിശ്രമത്തിലാണ്. നേതാക്കളെ ആരെയും തന്നെ ഇപ്പോൾ കാണാൻ അനുവദിച്ചിട്ടില്ല. ഉച്ചയ്ക്ക് ശേഷം DCC ഭാരവാഹികളും അതുപോലെ തന്നെ സ്ഥാനാർത്ഥികളും സുധാകരനെ കാണുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് തെരഞ്ഞെടുപ്പ് രംഗത്ത് സുധാകരനോട് സജീവമായി നിൽക്കാൻ അഭ്യർത്ഥിക്കും. അതോടൊപ്പം പ്രത്യേകിച്ച് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് മത്സരിക്കുന്ന പേരാവൂരിൽ അവിടെ പ്രചരണത്തിന് ഇറങ്ങണമെന്ന് അദ്ദേഹത്തോട് ആവശ്യപ്പെടും. അത് തന്നെയാണ് ഏറ്റവും പ്രധാനം. അതോടൊപ്പം നമുക്കറിയേണ്ടത് TO മോഹനാണ് കണ്ണൂരിൽ സ്ഥാനാർത്ഥി. TO മോഹന് വേണ്ടി സുധാകരൻ പ്രചരണത്തിന് സജീവമായി ഉണ്ടാകുമോ? അത് മാത്രമല്ല, ഈ പ്രചരണത്തിന് എത്തിയാൽ ഏത് രീതിയിലായിരിക്കും സുധാകരന്റെ പ്രസംഗമെന്നൊന്നും നമുക്ക് പറയാൻ സാധിക്കില്ല. എന്തായാലും പാർട്ടിക്ക് ദോഷമുണ്ടാക്കുന്ന രീതിയിൽ അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഏതെങ്കിലും തരത്തിൽ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഇനി പ്രതികരണം ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. കാരണം അദ്ദേഹം അത്രയും കൃത്യമായ ഒരു വാക്കുകളാണ് അദ്ദേഹം ദില്ലിയിലായാലും അതുപോലെ തന്നെ ഇപ്പോൾ കണ്ണൂരിലെത്തിയാലും അദ്ദേഹത്തിന്റെ ചലനങ്ങളൊക്കെ നോക്കിയാൽ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും. അതോടൊപ്പം സുധാകരന്റെ അനുയായികളും ഇത് സമാനമായ രീതിയിൽ സുധാകരന്റെ പ്രതികരണത്തിനനുസരിച്ച് നീങ്ങുന്ന അനുയായികളാണ്. അവരും ആ രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് നീക്കുന്നത്. ഈ എയർപോർട്ടിലെത്തിയപ്പോൾ അദ്ദേഹത്തെ 50ഓളം പ്രവർത്തകർ ഈ പുലർച്ചെ 2 മണിക്കും സ്വീകരിക്കാൻ എത്തിയിട്ടുണ്ടായിരുന്നു. വലിയ തോതിൽ മുദ്രാവാക്യമൊക്കെ വിളിച്ചാണ് അദ്ദേഹത്തെ എയർപോർട്ടിനെ വെളിയിലേക്ക് കൊണ്ടുപോയതും വീട്ടിലേക്ക് എത്തിച്ചതുമൊക്കെ. അത് ഏതായാലും സുധാകരന്റെ ഭാഗത്തു നിന്നും സുധാകരന് നൽകിയ ഓഫറുകൾ അത് വലിയ രാഷ്ട്രീയ കേരളത്തിൽ ഇപ്പോഴും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുതയാണ്. കാരണം 4 ദിവസത്തോളം ദില്ലിയിൽ മാരത്തോൺ ചർച്ചകൾ നടന്നു. വലിയ തോതിലുള്ള വാർത്തകൾ വന്നു. സുധാകരന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുമെന്ന രീതിയിലൊക്കെ വിവരങ്ങൾ പുറത്തു വന്നു. പക്ഷേ ഇതിനെല്ലാം ഒടുവിൽ കേന്ദ്ര നേതൃത്വം, പ്രത്യേകിച്ച് മല്ലികാർജ്ജുന ഖാർഗെ നേരിട്ട് സുധാകരനുമായി സംസാരിച്ച് വളരെ പെട്ടെന്ന് തന്നെ വൈകിട്ട് രാത്രിയോടുകൂടി തന്നെ ഈ സ്ഥാനാർത്ഥി പട്ടിക, അതായത് കോൺഗ്രസിന്റെ അന്തിമ സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറക്കുന്നതിന് മണിക്കൂറുകൾക്ക് മുൻപ് തന്നെ ഈ സുധാകരനുമായുള്ള പ്രശ്നം താൽക്കാലികമായ വെടിനിർത്തൽ ഉണ്ടാകുന്നുവെന്നാണ്. ഒരുപക്ഷെ ഇപ്പോൾ സുധാകരൻ ഈ ഒരു തീരുമാനത്തിൽ എത്തിയില്ലെങ്കിൽ ഈ രീതിയിലായിരിക്കില്ല വാർത്തകൾ. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതിസന്ധിയിലേക്ക് പോകുന്ന ഒരു സാഹചര്യമായിരിക്കും ഉണ്ടായിരിക്കേണ്ടത്. ആ ഉച്ചയ്ക്കൊരു വാർത്താ സമ്മേളനം ഉണ്ടായിരുന്നു. ആ വാർത്താ സമ്മേളനം കൃത്യമായി തടയാൻ നേതൃത്വത്തിന് സാധിച്ചു. രാത്രിയോടുകൂടി തന്നെ സുധാകരനെ അനുനയിപ്പിക്കാനും പാർട്ടി നേതൃത്വത്തിൽ സാധിച്ചു. അത് തന്നെയാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയ ആശ്വാസം. അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ 2 ദിവസം മാത്രമേ നാമനിർദ്ദേശ പത്രിക നൽകാനുള്ളൂ. 24 മണിക്കൂറിനകം സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറക്കുമെന്ന് പറഞ്ഞ VD സതീശനെ സംബന്ധിച്ചിടത്തോളം വലിയ നാണക്കേടായി മാറിയ സംഭവം ഈ ഒരു സുധാകരന്റെ ഈ ഒരു പ്രശ്നത്തിലായിരുന്നു. സ്ഥാനാർത്ഥി പട്ടിക പോലും ഈ വൈകാൻ കാരണമെന്ന് നമുക്കത് അതിൽ നിന്ന് തന്നെ വായിച്ചെടുക്കാം. കാരണം ഇതിന് ഈ ഒരു സുധാകരന്റെ പ്രതികരണത്തിന് തൊട്ടു പിന്നാലെ സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറക്കുന്ന സാഹചര്യം ഉണ്ടായത് ഇന്നലെ നമ്മൾ കണ്ടതാണ്. ഏതായാലും സുധാകരന്റെ ഇനി അടുത്ത നീക്കം എന്നത് വലിയ ചോദ്യം തന്നെയാണ്. അദ്ദേഹം ഏത് രീതിയിലാണ് പ്രചരണ രംഗത്ത് ഉണ്ടാവുക? ഏതായാലും അച്ചടക്കമുള്ള ഒരു പ്രവർത്തകരായി തുടരും എന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. കണ്ണൂരിനെ സംബന്ധിച്ചിടത്തോളം ഒരു വിളിപ്പേരുണ്ട്. അദ്ദേഹം കണ്ണൂരിലെ സിംഹം എന്നാണ് അറിയപ്പെടുന്നത്. സുധാകരനെ സംബന്ധിച്ചിടത്തോളം മുറിവേറ്റിട്ടുണ്ട് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. സുധാകരനെ മത്സരിപ്പിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, സുധാകരൻ മുന്നോട്ട് വെച്ച സ്ഥാനാർത്ഥികളും ആരും തന്നെ മത്സരിക്കുന്ന സാഹചര്യം കണ്ണൂരിൽ ഇല്ല എന്നതും എടുത്തു പറയേണ്ടതാണ്. അതുകൊണ്ട്
അതുകൊണ്ട് തന്നെ ഏത് ഫോർമുലയാണ് ഇതിൽ ഉരുത്തിരിഞ്ഞു എന്നത് വലിയൊരു ചോദ്യചിഹ്നമാണ്. സുധാകരനെ വളരെ പെട്ടെന്ന്, അതായത് ഒരു ഫോൺ കോളിൽ മല്ലികാർജ്ജുന ഖാർഗെക്ക് അവസാനം ഈ പ്രശ്നം ഒത്തുറപ്പാൻ കഴിഞ്ഞത് വലിയ ആശ്വാസമായി മാറിയിട്ടുണ്ട്. അനുയായികളെ സംബന്ധിച്ചിടത്തോളം അവരും നിശബ്ദരായി തന്നെ സുധാകരന്റെ വാക്കുകൾക്ക് പിന്നിൽ, ആ ഇന്നലെ ഉണ്ടായിരുന്ന പ്രസ്താവനയ്ക്ക് പിന്നിൽ, അതേ പ്രസ്താവനയ്ക്ക് പിന്നിൽ അണിനിരക്കുന്ന കാഴ്ചയാണ് കണ്ണൂരിൽ നിന്ന് കാണാൻ സാധിക്കുന്നത്. എന്തായാലും വരും മണിക്കൂറുകളിലും സുധാകരന്റെ ഓരോ ചലനങ്ങളും രാഷ്ട്രീയ കേരളത്തിൽ വലിയ ചർച്ചാ വിഷയമാകുന്ന കാര്യത്തിൽ തർക്കമില്ല. തീർച്ചയായും സജിത്ത്, ഇവിടെ ഇതാ ഒരു സീറ്റിന് വേണ്ടി നടത്തിയ സമ്മർദ്ദം എന്തൊക്കെയെന്ന് നമ്മൾ കണ്ടതാണ്. സുധാകരൻ അനുകൂലികൾ ഉൾപ്പെടെ പടക്കം പൊട്ടിച്ച് ആഘോഷിച്ചത് കണ്ടതാണ്. സുധാകരൻ താൻ ഉണ്ടാകുമെന്ന് ഉറപ്പിച്ച് പറഞ്ഞത് നമ്മൾ കണ്ടതാണ്. പക്ഷേ പിന്നീട് അദ്ദേഹത്തിന് പിൻവാങ്ങേണ്ടതായി വന്നു. ഇവിടെ നമുക്കറിയാമല്ലോ, ഇപ്പോൾ കഴിഞ്ഞ 10 വർഷമായി പ്രതിപക്ഷത്തിരിക്കുന്ന കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇനിയൊരു തിരിച്ചുവരവ് അനിവാര്യതയായി മാറുന്ന സാഹചര്യമുണ്ട്. അവിടെ സുധാകരൻ കാലങ്ങളായി കണ്ണൂരിലെ കരുത്താണ് എന്നതിൽ ഒരു തർക്കവുമില്ല. പ്രത്യേകിച്ച് പിണറായി വിജയനെ പോലെ ഒരു നേതാവ് മറുഭാഗത്തുണ്ടാകുമ്പോൾ ഏത് തരത്തിലും പിണറായിക്ക് വെല്ലുവിളി ഉയർത്തുന്ന കോൺഗ്രസിലെ ഒരു നേതാവായി കാണുന്നത് സുധാകരനെ തന്നെയാണ്. അപ്പോൾ സുധാകരൻ കളത്തിൽ ഇറങ്ങാതിരിക്കുകയോ അല്ലെങ്കിൽ സുധാകരൻ്റെ ഭാഗത്ത് നിന്ന് വേണ്ടത്ര പ്രവർത്തനങ്ങൾ നടക്കാതിരിക്കുകയോ ചെയ്താൽ അത് കൃത്യമായി അവിടുത്തെ വോട്ടുകളെ ബാധിക്കുമെന്നതിൽ തർക്കമില്ല. പിന്നീട് അത് മനസ്സിലാക്കാനും സാധിക്കും. ഇപ്പോഴത്തെ പശ്ചാത്തലത്തിൽ എന്താണ് സജിത്ത് നമുക്ക് മനസ്സിലാക്കേണ്ടത്? ഈ സുധാകരൻ ഉൾപ്പെടെ മറ്റ് നിരവധിയായ ആളുകളുണ്ട്. അതിൽ അടൂർ പ്രകാശ് ഉണ്ട്, എൽദോസ് കുന്നപ്പള്ളിയുണ്ട്, ദീപ്തി മേരി വർഗീസ് ഉണ്ട്. അങ്ങനെയൊക്കെ ഉണ്ട്. എങ്കിലും ഏറ്റവും കരുത്തനായൊരു നേതാവ് എന്ന നിലയിൽ സുധാകരൻ ഇനി പാർട്ടിക്ക് അപ്പുറത്തേക്ക് പാർട്ടിക്കെതിരായ ഒരു പ്രവർത്തനമോ അല്ലെങ്കിൽ പാർട്ടിക്ക് വേണ്ടത്ര ഗുണകരമാകുന്ന തരത്തിൽ പ്രവർത്തിക്കാതിരിക്കുകയൊക്കെ ചെയ്യുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുമോ? അഭിലാഷ്, കൂടുതൽ കടുത്ത നീക്കങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് സുധാകരനിൽ നിന്ന് ഉണ്ടാവാനുള്ള സാധ്യത കുറവാണ്. കാരണം സുധാകരനുള്ളിൽ മുറിവേറ്റിട്ടുണ്ട്. അത് ബൈജു സൂചിപ്പിച്ച വളരെ കൃത്യമാണ്. പക്ഷേ അത് ആ ഒരു പ്രകടനം പുറത്തേക്കെടുത്താൽ അത് UDFിൻ്റെ സാധ്യതകളെ ബാധിക്കും. ഫലത്തിൽ 3ാം വട്ടവും ഇടതുപക്ഷത്ത് അധികാരത്തിൽ വരുമെന്നത് സുധാകരനെ സംബന്ധിച്ച് പിന്തിരിപ്പിക്കാൻ അല്ലെങ്കിൽ അനങ്ങാതെ മിണ്ടാതിരിക്കുന്നതിന് ഒരു കാരണമായി തീരും. കാരണം സുധാകരനെ സംബന്ധിച്ച് പാർട്ടി നേതൃത്വത്തോടുള്ള എതിർപ്പിനും അപ്പുറമാണ് ഇടതുപക്ഷത്തോടും പ്രത്യേകിച്ച് പിണറായി വിജയൻ സർക്കാർ വീണ്ടും അധികാരത്തിൽ വരുന്നതിനോടുമുള്ള എതിർപ്പ്. സ്വാഭാവികമായും ആ ഒരു കണക്കിലെടുപ്പിൽ സുധാകരൻ തൽക്കാലം നിശബ്ദനായിരിക്കാൻ തന്നെയാണ് സാധ്യത. പക്ഷേ ഇതിനകത്ത് ഉണ്ടാകുന്ന വെല്ലുവിളി 2 മണ്ഡലങ്ങളാണ്. കണ്ണൂർ, പേരാവൂർ തുടങ്ങിയ 2 മണ്ഡലങ്ങളിൽ ഇതിൻ്റെ പ്രതിഫലനം ഉണ്ടാവാനുള്ള സാധ്യത ഒട്ടും ചെറുതല്ല. കാരണം സുധാകരൻ്റെ അണികൾക്ക്, അനുയായികൾക്ക് ഏറ്റവും സ്വാധീനം ചെലുത്താൻ കഴിയുന്ന ഇടമാണ്. സണ്ണി ജോസഫ് എന്ന സുധാകരൻ്റെ അനുയായിയായിരുന്ന KPCC അധ്യക്ഷൻ സുധാകരന് വേണ്ടി നിലപാടെടുത്തില്ല എന്ന ഒരു വൈകാരിക തലം ഇതിൻ്റെ അകത്ത് സൃഷ്ടിക്കപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. അത് അണികൾക്കിടയിൽ അത് പ്രകടനവും ഉണ്ടായിട്ടുണ്ട്. നമ്മൾ കണ്ടതാണ് സണ്ണി ജോസഫിൻ്റെ ഫ്ലക്സുകളിലും മറ്റും ആ വൈകാരിക പ്രതിഷേധം കോൺഗ്രസ് പ്രവർത്തകരിൽ നിന്നും സുധാകരൻ്റെ അണികളിൽ നിന്നും ഉണ്ടായത്. അങ്ങനെയെങ്കിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന പേരാവൂരിൽ അത്തരമൊരു പ്രതിസന്ധി സണ്ണി ജോസഫ് നേരിടേണ്ടി വന്നാൽ ഫലം മറ്റൊന്നാകുമോ? സണ്ണി ജോസഫിന് വെല്ലുവിളി ഉണ്ടാകുമോ എന്ന ചോദ്യം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.